ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വൈറലായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ കറി റെഡിയാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കൂട്ടി ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 6-7 ഉള്ളി ചതച്ചതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെറിയ കല്ലിലിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. മിക്സിയിൽ അടിച്ചെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചതച്ചാണ് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ആ പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ ഒന്ന് അരിച്ചു വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലപോലെ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീനിന്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന കേര മീനാണ്. കേരയുടെ ഇതേപോലത്തെ കട്ട് പീസസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് കേരയ്ക്ക് പകരമായിട്ട് മറ്റേത് മീനും ഇതേപോലെ തന്നെ എടുക്കാവുന്നതാണ്. ഇങ്ങനെ മീൻ ചേർത്തതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പുളിവെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഈ മീനിൽ ഗ്രേവിയൊക്കെ കോട്ടായി വരും. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. നമുക്ക് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരാൻ വേണ്ടി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ചാറൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലായി വരുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ ഇത്രയും നാളും വെച്ച മീൻകറിയിൽ നിന്നൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അടുത്ത പ്രാവശ്യം മീൻകറി വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. എല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. പുട്ടിന്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ചോറിന്റെ ഒക്കെ ഒപ്പം നല്ല അടിപൊളി കോംബോയാണ്. അതുപോലെ തന്നെ നമ്മൾ സവാള, ഇഞ്ചി, അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിരുന്ന സമയത്ത് ഞാൻ കണ്ടപ്പോൾ അത്ര ഒന്നും തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് വെറുതെ എല്ലാം വൈറലായെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പാനിൽ നിന്ന് മീൻകറിയൊക്കെ മാറ്റിയായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേണ്. ഇങ്ങനെ നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് ചോറ് വടിച്ച് കഴിക്കാറുണ്ടല്ലേ, ഇത് ഭയങ്കര ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ് നമുക്കൊക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.